പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയനും നിൻ മുന്നിൽ കാണേണമേ. ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വെള്ളിയാഴ്ച കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവന്റെ നാമത്തിൽ കൂടി വരുവാനായിട്ട്, അവന്റെ ജീവനുള്ള ദൈവത്തിന്റെ അത്ഭുത വചനങ്ങളെ ശ്രദ്ധിപ്പാനായിട്ട്, കേൾക്കുവാനായിട്ട് ദൈവം ഒരവസരം നമ്മുടെ ജീവിതത്തിൽ തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയില് സ്വർഗം നമ്മോട് സംസാരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചനകള് ശ്രദ്ധയോടെ ഇരിപ്പാൻ തക്കവണ്ണം നമുക്ക് ഏറെ പ്രാർത്ഥനയോടെ ഇരിക്കാം. ഇന്നത്തെ അല്പസമയം നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്ന ഭാഗം ശുദ്ധമുള്ള മലാഖി പ്രവാചകന്റെ പുസ്തകം, അതിന്റെ 3-ാം അധ്യായം 16-17 വാക്യങ്ങളാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യഹോവ ഭക്തന്മാർ എന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപം ആയിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവനെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ദൈവത്തിന് സ്തോത്രം. പ്രിയമക്കളെ, നാം ശുദ്ധമുള്ള മലാഖി പ്രവചനത്തിന്റെ 4-ാം അധ്യായം 3-ാം അധ്യായം അതിന്റെ 16, 17, 18 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. മലാഖി പ്രവാചകൻ ഏകദേശം BC 5-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തിയ പുസ്തകമാണ് ഈ മലാഖി പ്രവചനം. നമുക്കറിയാം, പഴയ നിയമ പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് മലാഖി പ്രവചനം. ഈ മലാഖി പ്രവചനത്തിലെ 4 അധ്യായങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടി ബന്ധം അത് പുതുക്കി വീണ്ടും ആ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപിക്കുന്നതായ ഒരു രംഗമാണ് ഈ പുസ്തകത്തിൽ കൂടെ നമുക്ക് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ പ്രധാന ചിന്ത എന്താന്ന് വെച്ചാൽ, മലാഖി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം എന്റെ അവസാന ഭാഗമാണ്. ഇതാ അവൻ വരുന്നു, എനിക്ക് മുമ്പായി വഴി നിறுത്തേണ്ടതിന് അവൻ വരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമക്കൾ ഇപ്പം പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടിയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭാഗം കൂടുതലൊന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഓർപ്പിച്ചത്, പഴയ നിയമ പുസ്തകത്തിന്റെ അവസാനത്തെ പുസ്തകമാണ്. ഈ പുസ്തകം എഴുതുന്നത് BC 5-ാം നൂറ്റാണ്ടിലാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം ബാബേൽ പ്രവാസത്തിലേക്ക് അടിമകളായി പോയതിനു ശേഷം, അടിമത്വത്തിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷമാണ് ഈ പുസ്തകം രേഖപ്പെടുത്തുന്നത്.
നാം ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരുപാട് സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ടാണ് നമുക്ക് ഈ പുസ്തകത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ ഈ ലോകത്തിലേക്കുള്ള വരവും തന്റെ രണ്ടാമത്തെ വരവിന്റെയൊക്കെ ശബ്ദം പ്രതിധ്വനിക്കുന്ന ഒരു പുസ്തകമാണ് മലാഖി പ്രവാചകന്റെ പുസ്തകം. ഇതാ അവൻ വരുന്നു എന്നുള്ള ഒരു സന്ദേശം ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്റെ 3:1 ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 1:23 നമ്മൾ വായിക്കുന്നുണ്ട്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്. അത് ഞാനാകുന്നു. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുകയാണ്. നമുക്കറിയാം, വാസ്തവത്തിൽ മാനവരാശിയുടെ രക്ഷയ്ക്കായി സ്വർഗം ചായ്ച്ച് ഭൂമിയിലേക്ക് ഇറങ്ങിയ കർത്താവിനെ ഏകദേശം BC 600 കാലയളവിൽ വിളിച്ചു പറയുകയാണ്, ചൂണ്ടിക്കാണിക്കുകയാണ് മാലാഖി പ്രവാചകൻ. മാലാഖി പ്രവചനത്തിനും പുതിയ നിയമത്തിനും ഇടയിലുള്ള ഒരു സമയം, അത് വിശുദ്ധ വേദപുസ്തക പണ്ഡിതന്മാർ അതിനെ നിശബ്ദ വർഷങ്ങൾ എന്നാണ് പറയുന്നത്. ഏകദേശം 400 വർഷത്തോളം. അത് വേദപുസ്തകം പഠിക്കുന്ന വ്യക്തികൾക്ക് അത് ഒരു നിശബ്ദ വർഷമായിട്ടാണ്, നിശബ്ദ കാലഘട്ടമായിട്ടാണ് അതിനെ വിലയിരുത്തുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് ഇന്ന് കടന്ന് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ മാലാഖി പ്രവചനത്തിന്റെ 1 മുതൽ 4 വരെ അധ്യായങ്ങളിൽ നമ്മുടെ സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചുരുക്കമായി ചിന്തിക്കാമെന്നാണ് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. അതിന്റെ 1-ാം അധ്യായത്തിൽ നിന്ന് തുടങ്ങി നാം ഇന്ന് ചിന്തയ്ക്കായിട്ട് വായിച്ച ഭാഗത്തിൽ വന്ന് അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എത്ര മനോഹരമായിട്ട് ഇടപെടുന്നു എന്ന് പ്രിയപ്പെട്ട റജി ആമുഖ ചിന്ത പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പോയി. ശുദ്ധമുള്ള പൗലോസ്ലീഹ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 12-ാം അധ്യായത്തിൽ പറയുന്നത് വാസ്തവത്തിൽ നമ്മെ തന്നെ വഴിപാടായിട്ട് ദൈവത്തിന് കൊടുക്കണമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സരിവ് അർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ശുദ്ധമുള്ള റോമാലേഖനം 12-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വാക്യങ്ങളിൽ കൂടെ ഇടപെടുന്ന സത്യം മാത്രമാണ് മാലാഖി പ്രവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ആരാധന എന്ന് പറയുന്നത് നമ്മിൽ നിന്നാണ് ആരാധന വരേണ്ടത്. ആരാധന എന്ന് പറയുന്നത് വെറും ചടങ്ങല്ല, അത് നമ്മെ തന്നെ ദൈവത്തിന് യാഗമായി കൊടുക്കുന്ന, സമർപ്പിക്കുന്ന ഒരു ആഴമേറിയ ഒരു അനുഭവമാണ്. അത് പുറമേ ഒന്നുമല്ല, അത് ഹൃദയത്തിൽ നടക്കുന്ന കാര്യമാണ്. അത് ചടങ്ങുകളായിട്ടല്ല, നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുക്കണം. ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയണം. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു ഹിതമുണ്ട്, ഇഷ്ടമുണ്ട്, ആഗ്രഹമുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ട് നമ്മെ തന്നെ മുഴുവനായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കണം. അതാണ് ഈ 12-ാം അധ്യായത്തിൽ കൂടെ പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. കേവലം ചടങ്ങുകളല്ല, ആരാധന എന്ന് പറയുന്നത് അനുഭവമാണ്. ആ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്.
പ്രിയപ്പെട്ടവരെയും മലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ കൂടെ ബാബേൽ പ്രവാസത്തിലേക്ക് ഇസ്രായേൽ ജനം കടന്നു പോകുവാനായിട്ടുള്ള കാരണം 2 ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ കൂടെ നാം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രാജാക്കന്മാരുടെ ഭരണത്തിന്റെ കാലഘട്ടം അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനം അവരുടെ പാപങ്ങളിൽ കൂടെ ദൈവത്തെ ആരാധിക്കേണ്ട സത്യ ആരാധനയിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയി. ആരാധനാലയം അവർ ദൈവികമായ ശുശ്രൂഷയേക്കാൾ കൂടുതൽ അവർ ബിസിനസ് സ്ഥാപനങ്ങളായിട്ട് മാറ്റി, അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാറ്റി. നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവ് യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു ചെന്നിട്ട് അതിനെ അവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആളുകളെ പുറത്താക്കി അവിടെ നമ്മുടെ കർത്താവ് വളരെ തീക്ഷ്ണതയോടെ ഇടപെടുന്ന ചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത ഒരു കാലം വരും. AD 70 സംഭവിച്ചു. യെരൂശലേം ദേവാലയം തകർക്കപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ദൈവത്തെ ആരാധിക്കേണ്ട ജനം, ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ട ജനം, തന്നെ ദൈവത്തിന് വഴിപാടായി കൊടുക്കേണ്ട ജനം കേവലം ചടങ്ങുകളായി മാറുകയാണ്. അതിന്റെ പിന്നിൽ, ആരാധനയുടെ പിന്നിൽ ബിസിനസിന്റെ സ്വാർത്ഥതയിലേക്ക് മാറുകയാണ്. അത് ദൈവത്തിന് ഊനമില്ലാത്ത മൃഗങ്ങളെ അർപ്പിക്കേണ്ടതിന് പകരം അവിടെ ലാഭം നോക്കി ഊനമുള്ളതിനെ അർപ്പിക്കുകയാണ്. ദൈവം വാസ്തവത്തിൽ ആ ദൈവാലയത്തെ തന്നെ ഇല്ലാതെയാക്കി കളയുകയാണ്. ദൈവത്തിന് ആരാധനയിൽ കൂടെ മനുഷ്യൻ അർപ്പിക്കുന്ന ആരാധനയിൽ പ്രസാദിപ്പാൻ സാധിക്കാത്തതുകൊണ്ട് ദൈവം ആരാധനാലയം പോലും നശിപ്പിച്ചു കളയുകയാണ്. വാസ്തവത്തിൽ ഇസ്രായേൽ ജനം നമുക്കറിയാം ബാബേൽ പ്രവാസത്തിലേക്ക് കടന്നു പോകുന്നതിന്റെ കാരണം അത് തന്നെയാണ്. രാജാക്കന്മാരുടെ ഭരണം ദൈവവചനത്തിന് അനുസരണമായി, ന്യായപ്രമാണത്തിന് അനുസരണമായി പ്രവർത്തിക്കേണ്ട രാജാക്കന്മാർ അവർ ബാൽ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവവചനത്തിൽ നിന്ന് അകന്നുപോയി. അവർ അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയി, അന്യ ആരാധനയുടെ പിന്നാലെ പോയി. അവർ സൂര്യദേവൻ, ദൈവത്തിന്റെ സൃഷ്ടി ആരാധിക്കാൻ പോയി, സൂര്യദേവനെ ആരാധിക്കാൻ പോയി, ഗ്രഹങ്ങളെ ആരാധിക്കാൻ പോയി. അവർ ദൈവത്തിന് വിരുദ്ധമായിട്ട് അവർ അനേക സ്ഥലങ്ങളിൽ ആരാധിക്കാൻ പോയി, ചില പൂജാ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പോയി. ദൈവത്തിന്റെ കോപം അവരുടെ മേൽ ആഞ്ഞടിക്കുകയാണ്. അവർ ബാബേൽ പ്രവാസത്തിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേൽ ജനത്തെ അടിമകളായി ബാബേലിലേക്ക് കൊണ്ടുപോയി. അവരുടെ ദൈവാലയം തകർക്കപ്പെട്ടു, അവരുടെ ആരാധന നഷ്ടപ്പെട്ടു, അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു, ആലയം തകർക്കപ്പെട്ടു, ആരാധന നിന്നുപോയി. ദൈവമക്കളെ, നമ്മൾ ഓർക്കണം, ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം ദൈവജനത്തിന്റെ പാപമാണ്. ദൈവം തെരഞ്ഞെടുത്ത ജാതി, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ട ജനം, അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവർ സ്വാർത്ഥതയിലേക്ക് പോയി, അവർ സ്ഥാനമോഹങ്ങളിലേക്ക് പോയി, അവർ ബിസിനസ് താല്പര്യങ്ങളിലേക്ക് പോയി, അവർ സ്വാർത്ഥതയിലേക്ക് പോയി, അവർ അഹങ്കാരത്തിലേക്ക് പോയി, ഞാനെന്നുള്ള ഭാവത്തിലേക്ക് പോയി, സ്ഥാനമോഹങ്ങളുടെ പിന്നാലെ പോയി, സാമ്പത്തിക ലാഭത്തിന്റെ പിന്നാലെ പോയി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവം അവരെ അടിമത്തത്തിലേക്ക് പോയി. ബാബേൽ ചക്രവർത്തിയായ നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേലിലേക്ക് മടങ്ങു വന്നു. യെരൂശലേം ദേവാലയം തകർത്തു കളഞ്ഞു. യഹൂദന്മാരെ ബാബേലിലേക്ക് അടിമകളായി കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, ആ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ ജനോടെ മാനസാന്തരപ്പെട്ട് അവർ ദൈവത്തോട് അവരുടെ തെറ്റുകളെ കുറിച്ച് അനുദപിച്ച് അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം അവരുടെ കണ്ണുനീര് കണ്ട് ദൈവം അവരെ മാതൃരാജ്യത്തേക്ക് കൊണ്ടുവന്നു. അവർ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവം അവർക്ക് വീണ്ടും ഒരു ആരാധനാലയം കൊടുത്തു. ഒരു പേർഷ്യ സാമ്രാജ്യം വന്നു. ബാബേൽ സാമ്രാജ്യം തകർന്നുപോയി. ഒരു പേർഷ്യ സാമ്രാജ്യം വന്നു. ഒരു കോരേശിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അടിമത്തത്തിലിരുന്ന ജനം ദൈവ സന്നിധിയിലേക്ക് അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ചു വന്നപ്പോൾ വീണ്ടും ദൈവം അവർക്ക് ഒരു രാജ്യം കൊടുത്തു, അവർക്ക് ഒരു ആരാധനാലയം കൊടുത്തു. ആ യെരൂശലേമിന്റെ മതിലുകൾ പണിയുവാനുള്ള ഒരു ഭാഗ്യം അവർക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, വീണ്ടും
ദൈവം ചരിത്രത്തിൽ കൂടെ ഇടപെടുന്ന, സ്വന്തം ജനത്തോട് സംസാരിക്കുന്ന, അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും രക്ഷയുടെ സന്തോഷത്തെക്കുറിച്ചൊക്കെ, ദൈവം കൊടുക്കുന്ന ബഹുത്തരമായ രക്ഷയെക്കുറിച്ചൊക്കെ സ്വന്തം ജനമായ ഇസ്രായേലിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അവർ അടിമത്തത്തിലേക്ക് പോയതിന്റെ കാരണവും ഇതെല്ലാം ദൈവം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അവരുടെ കുറവുകളെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവം അവരോട് സംസാരിക്കുകയാണ്. ദൈവം അതാണ് വായിച്ചത്. യഹോവ ഭക്തന്മാർ എന്ന് തമ്മിൽ സംസാരിച്ചു. ദൈവം സ്വന്തം ജനത്തിന് അഭിമുഖമായി നിന്ന് സംസാരിക്കുകയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. ദൈവക്കളെ നിങ്ങൾ ഓർത്തു നോക്കണം, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മോട് സംസാരിക്കുകയാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം നമ്മെ കരുതുന്നു, നമ്മെ പരിപാലിക്കുന്നു. ദൈവം നമ്മെ വഴി നടത്തുന്നു. അടിമത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, പാപത്തിന്റെ അടിമത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് രക്ഷയുടെ സന്തോഷത്തിലേക്ക് കടന്നു വന്ന് ആത്മാവിലും സത്യത്തിലും ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്വർഗീയ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നമുക്ക് ഓർമ്മപ്പെടുത്തിയാണ്. നമുക്കറിയാം, ഈ ശുദ്ധമുള്ള മലാഖി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കുന്നുവെങ്കിൽ നല്ലതാണ്. ഇവിടെ റജിയ മലാഖി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1 വായിക്കാം. ശുദ്ധമുള്ള മലാഖി പ്രവാചകന്റെ പുസ്തകം 1:1. പ്രവാചകം മാലാഖി മുഖാന്തരം ഇസ്രായേലിനോട് യഹോവയുടെ അരുളപ്പാട്. മാലാഖി മുഖാന്തരം ദൈവത്തിന്റെ അരുളപ്പാട്, ഇസ്രായേൽ ഗ്രഹത്തോട് ദൈവത്തിന്റെ അരുളപ്പാട്. പിന്നെ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, വിശുദ്ധമുള്ള വേദപുസ്തകത്തിൽ പഴയ നിയമവും പുതിയ നിയമവും 66 പുസ്തകങ്ങളുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ, നാം ഉപയോഗിക്കുന്ന പുസ്തകത്തിൽ 66 പുസ്തകങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെ എളിയ അറിവിൽ ഞാൻ പറയട്ടെ, ഇങ്ങനെ തുടങ്ങുന്ന ഒരു വാക്യം പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ പ്രയാസമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ പ്രയാസമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തെ ദൈവം സ്നേഹിക്കുന്നു. ആ പുസ്തകം തുടങ്ങുന്ന അങ്ങനെയാണ്. ഇതാ പ്രവാചകം മലാഖി മുഖാന്തരം ഇസ്രായേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പുസ്തകം വായിക്കുമ്പോൾ വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവ സ്നേഹത്തിന്റെ സൃഷ്ടിയായ താൻ തിരഞ്ഞെടുത്ത ദൈവജനത്തിനോടുള്ള സ്നേഹം ദൈവം പ്രദർശിപ്പിക്കുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. തന്റെ പുത്രനായ ഏകജാതനായ പുത്രനിൽ കൂടെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്ക് സുപരിചിതമാണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച നമ്മെ ഓരോരുത്തരെയും അവൻ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നേരിട്ട് സംസാരിക്കുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കാരണം എന്താണ്? ഇത് ഇസ്രായേൽ ജനാവിനോട് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ മലാഖി പ്രവചനത്തിന്റെ പുസ്തകം ദൈവം അവരോട് സംസാരിക്കുമ്പോൾ അവർ ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്: നീ ഞങ്ങളെ സ്നേഹിക്കുന്നു. അത് ഞങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്? എന്തോന്നിനാൽ നീ ഞങ്ങളെ സ്നേഹിക്കുന്നു? ഒന്നാമത്തെ ചോദ്യം ഇസ്രായേൽ 1-ന്റെ 2-ാമത്തെ ഇസ്രായേൽ ജനത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ദൈവം, ദൈവം തെരഞ്ഞെടുത്ത ജനം. ശുദ്ധമുള്ള ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അബ്രഹാമിൽ കൂടെ ദൈവം ഒരു ജാതിയെ വേർതിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. താൻ അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അബ്രഹാമിൽ കൂടി ഒരു ജാതിയെ തിരഞ്ഞെടുത്തു. അവർക്കൊരു വിശുദ്ധ ജനമായിട്ട് ദൈവം അവരെ വേർതിരിച്ചു. ദൈവത്തിന് ചില പദ്ധതികൾ അവരെ കുറിച്ചുണ്ടായിരുന്നു. അവരൊരു വിശുദ്ധ ജനമായി ദൈവം വേർതിരിച്ചു. ദൈവം അവരെ തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നിട്ട് ആ ദൈവ സ്നേഹത്തിന്റെ ആഴം
തന്റെ ജനത്തോട് ദൈവം വീണ്ടും ഓർപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്, പക്ഷെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നുപോയി, നിങ്ങൾ എന്റെ വചനങ്ങളിൽ നിന്ന് അകന്നുപോയി, എന്റെ സ്നേഹത്തിൽ നിങ്ങൾ അകന്നുപോയി, നിങ്ങൾ അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയി, അന്യ ആരാധനയിലേക്ക് പോയി, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നുപോയി, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് പറയുകയാണ്. വീണ്ടും അവർ ചോദിക്കുകയാണ്, നീ എന്തോന്നിനാലാണ് ഞങ്ങളെ സ്നേഹിക്കുന്നത്? അതിന്റെ അതിന്റെ 1-2 വാക്യം ഒന്ന് വായിച്ചേ റജി. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു യഹോവ അരുളി ചെയ്യുന്നു, എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇന്ന് നമുക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഈ ദൈവസ്നേഹത്തിന്റെ ആഴം എന്താണെന്ന് വാസ്തവത്തിൽ നിന്ന് അറിയാത്ത അനേക വിശ്വാസികളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയുടെ മഹത്വം എന്താണെന്ന് നമുക്ക് ഇന്ന് അറിയില്ലാത്ത അനേക വിശ്വാസികൾ ഇന്ന് ജീവിക്കുന്നുണ്ട്. പേരുകൊണ്ട് വിശ്വാസിയാണ്, പക്ഷേ ജീവിതം കൊണ്ട് ഇന്ന് ദൈവത്തിൽ നിന്ന് ഏറെ അകന്നിരിക്കുന്നു, ദൈവവചനത്തിൽ നിന്ന് അകന്നിരിക്കുന്നു, ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു, ആരാധനയിൽ നിന്ന് അകന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദേഹം ദേഹി ആത്മാവ് കൂടുന്ന ഒരാത്മാവിലും സത്യത്തിലുള്ള ആരാധനയിൽ നിന്ന് മാറിയിരിക്കുന്നു. ആഴമേറിയ ഒരു അനുഭവത്തിൽ നിന്ന് അവർ മാറിയിരിക്കുന്നു. വീണ്ടും ദൈവത്തോട് അവർ മർദ്ദലിച്ച് ചോദിക്കുകയാണ്, നീ എന്തോന്നിനാലാണ് ഞങ്ങളെ സ്നേഹിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം ആ ജാതിയെ തെരഞ്ഞെടുത്തു. ഇതവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഇന്ന് നമുക്കും ബോധ്യപ്പെട്ടിട്ടില്ല. തന്റെ ഏകജാതനായ പുത്രനിൽ കൂടെ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചു. സകല നാമത്തിനും മേലായൊരു നാമം ദൈവം നമുക്ക് തന്നു. പ്രിയപ്പെട്ടവരെ, ഈ സത്യം നാം ഒന്ന് മനസ്സിലാക്കണം. അവൻ നമ്മെ വീണ്ടെടുത്തവനാണ്. അവൻ തന്റെ പുത്രന്റെ രക്തത്താൽ, കാൽവറിയിലെ യാഗത്താൽ നമ്മെ വീണ്ടെടുത്തതാണ്. അവനൊരു വിശുദ്ധ ജനമായിട്ട്, രാജകീയ പുരോഹിത വർഗമായിട്ട് ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. ഈ ഒരു സത്യം അറിയാതെയാണ് എന്ന് അനേകർ വിശ്വാസ ജീവിതം നയിക്കുന്നത്. ഈ ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയുന്നില്ല. ജീവനുള്ള ദൈവത്തെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിപ്പാനായിട്ട് സാധിക്കുന്നില്ല. അവന്റെ സ്നേഹത്തിന്റെ ആഴം എന്താണെന്ന് തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, അവര് ചോദിക്കുകയാണ്, അവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അടിമത്തത്തിൽ കിടന്ന ജനത്തെ വീണ്ടും വിടുവിച്ചു കൊണ്ടുവന്ന് ബാബേൽ സാമ്രാജ്യത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് വിടുവിച്ച് ദൈവം ചരിത്രത്തിൽ ഇടപെട്ട് ദൈവം അവരെ വീണ്ടും സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവന്ന് ഒരു ആരാധനാലയം കൊടുത്ത് അനുഗ്രഹിച്ചുവെങ്കിൽ ഇപ്പോഴും അവർക്ക് ആരാധനയുടെ ദൈവസ്നേഹത്തിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ദൈവം അവരോട് സംസാരിക്കുകയാണ്. താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമതും അവർ ചോദിക്കുകയാണ്, ഇതാ ദൈവം പറയുകയാണ്, നിങ്ങൾ എന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു. ചിതമുള്ള മാലാഖി പ്രവാചകന്റെ പുസ്തകം 1:6 നമുക്കൊന്ന് എടുത്ത് വായിച്ചു നോക്കാം. നിങ്ങൾ എന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു. ദൈവം അവരോട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, എന്നെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ല. നിങ്ങൾ എന്നെ ആഴമേറിയ ഒരു ആരാധനയുടെ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ ഈ ലോകത്തിന്റെ ധനത്തിലും ഈ ലോകത്തിന്റെ സുഖത്തിലും ഈ ജഡീകമായ ഇമ്പങ്ങളുടെയും പിന്നാലെ നിങ്ങൾ പോകുന്നു. നിങ്ങൾ കണ്ണിന് കാഴ്ചയ്ക്ക് ഇഷ്ടമുള്ളതിനെ തേടി പോകുന്നു. കേൾപ്പാൻ ഇമ്പമുള്ളതിന്റെ പിന്നാലെ പോകുന്നു. കൺമോഹത്തിന്റെ പിന്നാലെ പോകുന്നു. ജഡമോഹത്തിന്റെ പിന്നാലെ പോകുന്നു. സ്വാർത്ഥതയുടെ പിന്നാലെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയൊക്കെ സ്വഭാവം ഇതാണ്. നിങ്ങൾ ഏതിനാൽ എന്നെ തുച്ഛീകരിക്കുന്നു എന്ന് ദൈവത്തോട് ചോദിക്കാം. ദൈവം പറയുകയാണ്, നിങ്ങൾ എന്നെ തുച്ഛീകരിക്കുന്നു. ഏതിനാൽ ഞങ്ങൾ നിന്നെ തുച്ഛീകരിക്കുന്നു? അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പാപത്തെ കുറിച്ച് ദൈവം അവരോട് സംസാരിക്കുകയാണ്. രക്ഷയെ കുറിച്ച് സംസാരിക്കുകയാണ്. ദൈവസ്നേഹത്തിന്റെ ആഴത്തെ കുറിച്ച് ദൈവം ഒരു സ്വന്തം സഹോദരനോട്, സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് രാത്രിയിൽ നമ്മെ സ്നേഹിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അവന്റെ മുറിഞ്ഞ കരം കൊണ്ട് നമ്മെ താലോടുകയാണ്. നമ്മെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നു. അതുകൊണ്ട് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു, നമ്മുടെ ഉള്ളത്തിൽ തന്നിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വീണ്ടെടുപ്പ് വരെ നമ്മോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഓർമ്മപ്പെടുത്തിയാണ്. ഇസ്രായേലിന്റെ പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവജനത്തോട് നമ്മോട് സംസാരിക്കുകയാണ്. ദൈവം ജനത്തോട് ഉപദേശിച്ച പോലെ, അവർക്ക് അത് അഭിമുഖമായി സംസാരിച്ചതുപോലെ
താൻ സ്നേഹിക്കുന്ന ജനത്തോട് സംസാരിച്ച പോലെ ദൈവം നമ്മെയും സ്നേഹിക്കുന്നു, നമ്മോടും സംസാരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ചോദ്യം അതാണ്, നീ ഞങ്ങളെ ഏതിനാൽ തുച്ഛീകരിക്കുന്നു? ദൈവത്തോടുള്ള ബഹുമാനവും ഭക്തിയും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തോടുള്ള ഭക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു, ബഹുമാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ ചില ചടങ്ങുകളായി മാറുന്നു. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെറും ചടങ്ങുകളായി മാറുന്നു. അവിടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുന്നില്ല. മൂന്നാമത് ദൈവം വീണ്ടും അവരോട് സംസാരിക്കുകയാണ്. 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, യഹോവയുടെ മേശ നിന്ദ്യമെന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ നിങ്ങൾ കണ്ണ് പൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ധീരമുള്ളതിനെ അർപ്പിച്ചാൽ അത് ദോഷമല്ല. അതിനെ നിന്റെ ദേശാപതിക്ക് കാഴ്ചവെക്കുമോ? അവർ പ്രസാദിക്കുമോ? നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആകയാൽ ദൈവം നിങ്ങളോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവീൻ. ദൈവം പറയാണ്, ഊനമില്ലാത്ത കുഞ്ഞാടിനെ ദൈവത്തിന് അർപ്പിക്കണം. ഊനമില്ലാത്തത് വേണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഊനമില്ലാത്തതിനെ ദൈവം കരുതി. വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ ഊനമില്ലാത്തവനായിരുന്നു, അവൻ പാപമറിയാത്തവനായിരുന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം ദൈവത്തിന് ഊനമുള്ളതിനെ യാഗം അർപ്പിച്ചു. ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾ എന്റെ നാമത്തെ എങ്ങനെ മലിനമാകുന്നു? ഞങ്ങൾ എങ്ങനെയാണ് നിന്റെ നാമത്തെ മലിനമാക്കുന്നത്? ഊനമുള്ളതിനെ യാഗം കഴിച്ച് ദൈവത്തിന്റെ നാമത്തെ അവർ മലിനമാക്കിയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ജീവിതം അവന്റെ സന്നിധിയിൽ സുഗന്ധവർഗം പോലെ ആസ്വാദ്യമായി ഭവിക്കണം. അത് ആഴമേറിയ ഒരു വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ സാധിക്കണം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. വിശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പാനായിട്ട് സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. വീണ്ടും 4-ാമത് ദൈവം വീണ്ടും സംസാരിക്കുകയാണ് അവരോട്. അവർ പറയുകയാണ്, അവർ ദൈവത്തോട് സംസാരിക്കുകയാണ്. ദൈവം അവരോട് നിരന്തരമായി സംസാരിക്കുകയാണ്, തന്റെ ജനത്തോട് സംസാരിക്കുകയാണ്. മലാഖി പ്രവാചകന്റെ പുസ്തകം 2:17 നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. നിങ്ങൾ നോക്കിക്കേ, ദൈവം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. അവർ ദൈവത്തോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഏതിനാൽ നിന്നെ മുഷിപ്പിക്കുന്നു? പ്രിയപ്പെട്ടവരെ, അവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. നമ്മുടെ വാക്കുകൾ വിശുദ്ധമല്ല, നമ്മുടെ ചിന്തകൾ വിശുദ്ധമല്ല, നമ്മുടെ സംസാരം വിശുദ്ധമല്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ധാരാളം വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ ധാരാളം വാക്കുകൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ മുഖാന്തരവും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ വാക്കുകൾ, വായി, സംസാരശേഷി. നമ്മുടെ സംസാരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം, നമ്മുടെ വാക്കുകൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രിയപ്പെട്ട രഞ്ജി, ശുദ്ധമുള്ള യാക്കോബിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം ഒന്ന് എടുക്കണം. ശുദ്ധമുള്ള യാക്കോബിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം എടുത്ത് ചില വാക്യങ്ങളിൽ കൂടി ഒന്ന് ഓടിച്ചു കടന്നു പോകണം. 3:1 മുതൽ. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. നിങ്ങളുടെ വാക്കുകൾ നിയന്ത്രിക്കണം. പിന്നെ നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. നാം പലതിലും തെറ്റിപ്പോകുന്നവരാണ്. നാം നമ്മുടെ ഈ ലോക ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമ്മൾ തെറ്റിയിരിക്കുകയാണ്. പിന്നെ ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും
ആ കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. നമ്മുടെ വാക്കിൽ തെറ്റിയാൽ നമ്മുടെ കടിഞ്ഞാൺ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്, നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് യാക്കോബിൽ ഓർപ്പിക്കുന്നത്, യാക്കോബ് ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിൽ നമ്മുടെ വാക്കുകൾ വിശുദ്ധമായിരിക്കണം, നമ്മുടെ സംസാരങ്ങൾ വിശുദ്ധമായിരിക്കണം, നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതുമാകണം. തുടർന്ന് 1-2 വാക്യം കൂടെ വായിച്ചു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് അത് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നമ്മുടെ വാക്കുകൾ വമ്പ് പറയുവാനായിട്ട് ഉപയോഗിക്കുന്നു. നാം അഹങ്കാരം കൊണ്ട് നിറയുന്നു, ഞാനെന്നുള്ള ഭാവം നമ്മിൽ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, നാം അഹങ്കാരികളായി സംസാരിക്കുകയാണ്. പിന്നെ നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ ദീപിക്കുവാൻ ഇടയാകുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരും. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊടുത്തു. മലിനമാക്കുന്ന വാക്കുകൾ നമ്മിൽ നിന്ന് വരുവാൻ സാധ്യതയുണ്ട്. പിന്നെ ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വാക്കുകൾ കൊണ്ട് നരകത്തിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ വാക്കുകൾ ദൈവസന്നിധിയിൽ വിശുദ്ധമായിരിക്കണം, മധുരമുള്ളതായിരിക്കണം. തേനിലും മധുരമുള്ളതാണ് ദൈവത്തിന്റെ വചനം. നമ്മുടെ വാക്കുകൾ, ദൈവമക്കൾ വാക്കുകൾ മനോഹരമായിരിക്കണം, ഇമ്പമായിരിക്കണം, മധുരമായിരിക്കണം, ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കായിരിക്കണം. നമ്മുടെ വാക്കുകൾ ദൈവത്തിന് പ്രസാദം തോന്നണം, പ്രീതി ഉണ്ടാകണം. അത് മനുഷ്യർക്ക് ഇമ്പമായിരിക്കണം. ദൈവ സ്നേഹം നമ്മുടെ വാക്കുകളിൽ നിന്ന് പ്രതിധ്വനിക്കുവാനായിട്ട് ഇടയായി തീരണം. പിന്നെ മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വക എല്ലാം മനുഷ്യജാതിയോട് മരുങ്ങിയുമിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മരുക്കാവതല്ല. നാവിനെ മനുഷ്യർക്ക് സാധിക്കുന്നില്ല. നാവിന്റെ മുന്നിൽ മനുഷ്യൻ പരാജയപ്പെട്ടു പോവുകയാണ്, തോറ്റു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവ് നമ്മെ തോപ്പിച്ചു കളയുകയാണ്. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ മാറിപ്പോകുന്നു. നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിങ് പവർ നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ നിന്ന് ക്ഷയിച്ചു പോകുന്നു. അതുകൊണ്ട് നമ്മുടെ വാക്കുകളിൽ ദൈവത്തിന് പ്രീതിപ്പെടുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ മുഖാന്തരം ഒരു ന്യായവിധിയിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. അതാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. തുടർന്ന് ആ ഭാഗം പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് വായിക്കണം. ശുദ്ധമുള്ള യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം നിങ്ങളൊന്ന് മനസ്സ് തുറന്നൊന്ന് വായിക്കണം. നമ്മുടെ നാവിന്റെ വിശുദ്ധി എന്തുമാത്രം വേണമെന്ന് ചോദിക്കുന്നു. ഞങ്ങൾ ഏതിനാൽ നിന്നെ മലിനമാക്കുന്നു, ഏതിനാൽ ഞങ്ങൾ നിന്നെ മുഷിപ്പിക്കുന്നു. ഇവിടെ പറയുകയാണ്, മലാഖി പുസ്തകം 2:15 പറയുകയാണ്, നിങ്ങളുടെ വാക്കുകളാൽ അവനെ മുഷിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമയം തീർന്നു പോകുന്നല്ലോ, ഞാൻ ഓടിച്ചു പോകട്ടെ. 7 ചോദ്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 4-ാമത്തെ ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഏതിനാൽ ഞങ്ങൾ നിന്നെ മുഷിപ്പിക്കുന്നു, നിങ്ങളുടെ വാക്കുകളാൽ അവനെ മുഷിപ്പിക്കുന്നു. മലാഖി പ്രവചനം 2:15 നമുക്ക് അങ്ങനെ കാണുവാൻ സാധിക്കുകയാണ്. അവരുടെ വാക്കുകളാൽ ദൈവത്തെ ഭാരപ്പെടുത്തുകയാണ്. ഇത് ദൈവം അവരോട് പറഞ്ഞാണ്, നിങ്ങളുടെ വാക്കുകൾ മനോഹരമായിരിക്കണം. മലാഖി പ്രവാചന പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 8-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. 9-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കണം. നമ്മുടെ അധരങ്ങളിൽ ദൈവികമായ പരിജ്ഞാനം സൂക്ഷിച്ചു വെച്ച് നമ്മുടെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ വായത് സംസാരിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 5-ാമത് ചോദിക്കുകയാണ്. ദൈവം വീണ്ടും അവരോട് സംസാരിക്കുകയാണ്. ശുദ്ധമുള്ള മലാഖി പ്രവചനം 3-ാം അധ്യായം 7-ാം വാക്യം. ഏതിനാൽ ഞങ്ങൾ മടങ്ങി വരണം. ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. പൂർണ്ണമായി ദൈവങ്ങളിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കണം. നിങ്ങളെ തന്നെ മുഴുവനായി ഏൽപ്പിച്ചു കൊടുക്കണം, മുഴുവനായി. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഏതിനാൽ ഞങ്ങൾ മടങ്ങി വരണം? ഏത് കാര്യങ്ങളാലാണ് ഞങ്ങൾ അകന്നു പോയിരിക്കുന്നത്? ദൈവം അവരോട് സംസാരിക്കുകയാണ്. മലാഖി പ്രവാചന പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7 മുതൽ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടെങ്കിൽ
നിങ്ങൾ ആ ഭാഗത്തിൽ കൂടി ഒന്ന് കണ്ണോടിക്കുന്നത് നല്ലതാണ്. ഞാൻ അടുത്ത ഭാഗത്തേക്ക് അടക്കുകയാണ്. ശുദ്ധമുള്ള അടുത്ത ചോദ്യം ഇതാണ്. ദൈവം അവരോട് വീണ്ടും സംസാരിക്കുകയാണ്. അവിടെ പാപങ്ങളോട് ഇടപെടുകയാണ്. പാപത്തെ ദൈവം ഒരു കണ്ണാടി കാണിക്കുന്ന പോലെ അവരെ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു കണ്ണാടിയിൽ നമ്മുടെ മുഖത്തിരിക്കുന്ന കുറവുകൾ നാം ദിവസവും കണ്ണാടി ഉപയോഗിക്കുന്ന പോലെ നമ്മിലുള്ള കുറവുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു കണ്ണാടി ഉപയോഗിക്കുന്ന പോലെ യാക്കോബിന്റെ ലേഖനത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. ദൈവവചനം ഒരു കണ്ണാടിയാണ്. ദൈവത്തിന്റെ വചനം നമുക്ക് ഇതാ പാപത്തെ കുറിച്ച് കാണിച്ചു തരും. പ്രിയപ്പെട്ടവരെ, ഏതിനാൾ ദൈവം ഈ വചനത്തിൽ കൂടി അവരോട് സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുകയാണ്, ഏതിനാൾ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു? പറയുകയാണ് പ്രിയപ്പെട്ടവരെ, ദൈവം അവരുടെ മുമ്പിൽ തോറ്റിരിക്കുകയാണ്. കാരണം ദൈവത്തെ അവർ തോൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ജയജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. തോറ്റ് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, ജയജീവിതം നയിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദിപ്പാനായിട്ട് സാധിക്കണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മലാഖി പ്രവചന പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ദശാംശത്തിലും വഴിപാടുകളിലും തന്നെ നിങ്ങൾ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഏതിനാൾ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടുകളിലും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നമുക്ക് കൊടുക്കുവാൻ തയ്യാറാകണം. ഏറ്റവും നല്ല ഭാഗം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങളുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളില്ല എങ്കിൽ, കൃപ ഇല്ല എങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് ഇരിക്കുവാനോ നിൽക്കുവാനോ ജീവിപ്പാനോ കിടപ്പാനോ എഴുന്നേൽപ്പാനോ പ്രിയപ്പെട്ടവരെ ജീവിപ്പാനോ സാധ്യമല്ല. ദൈവകൃപ ഈ ദൈവകൃപയിൽ നമുക്ക് ചാരുവാനായിട്ട് സാധിക്കണം. ദൈവം നമുക്ക് തന്നത് ദൈവത്തിന്റെ വകയാണ്. ഇതെന്റെ സ്വന്തമല്ല. ദൈവത്തിന് വേണ്ടി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിന് നമ്മെ തന്നെ കൊടുക്കണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ എനിക്ക് യാഗമായി അർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ ഒരു മകൻ ഉണ്ടായി. അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ ഒരു മകൻ ഉണ്ടായപ്പോൾ ദൈവ സ്നേഹത്തിൽ നിന്ന് അവൻ അകന്നുപോയി. ദൈവം പറയാണ്, ഇപ്പോൾ അബ്രഹാമിന്റെ സ്നേഹം മുഴുവൻ ഇതാ മകനോടായിരിക്കുന്നു. അനുഗ്രഹങ്ങളിലേക്ക് കണ്ടു മാറിപ്പോവുകയാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളുടെ പിന്നാലെ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, അനുഗ്രഹങ്ങളുടെ പിന്നാലെയല്ല പോകേണ്ടത്, നാം അനുഗ്രഹിക്കുന്നവന്റെ പിന്നാലെയാണ്. നിങ്ങൾ അടിവരയിട്ടോളണം. അനുഗ്രഹത്തിന്റെ പിന്നാലെയല്ല നാം പോകേണ്ടത്, അനുഗ്രഹിക്കുന്നവന്റെ പിന്നാലെയാണ്. ദൈവത്തിന് സ്തോത്രം. ഏഴാമത് വീണ്ടും ദൈവം അവരോട് സംസാരിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു? മലാഖി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ നാം വായിക്കുന്ന പോലെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താണ്? ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന വ്യർത്ഥം. അവർ പറയുകയാണ്, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന വ്യർത്ഥം, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇസ്രായേൽ ജനം പറയുകയാണ്, ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ തലപ്പുറത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ? അഹങ്കാരികളെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു, ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു. ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നെന്ന് നിങ്ങൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ പിന്നാലെ നടന്നിട്ട് എന്ത് കാര്യം? ദൈവത്തിന് വിരോധമായി അവർ പ്രവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ ആഴമേറി ചിന്തിക്കണം, വായിക്കണം. മലാഖി പ്രവചനം മനസ്സിരുത്തി വായിക്കണം. ദൈവം സ്വന്തം ജനത്തോട് സംസാരിക്കുകയാണ്. അവരെ സ്നേഹിക്കുകയാണ്. ഒരു സഹോദരനോട് സ്നേഹിക്കുന്ന പോലെ, അപ്പൻ മക്കളോട് സംസാരിക്കുന്ന പോലെ ദൈവം അവരോട് സംസാരിക്കുകയാണ്. ദൈവം അന്ന് യഹോവാഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വച്ച് കേട്ടു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു? പ്രിയപ്പെട്ടവരുടെ സംസാരം ദൈവത്തിന് വിരോധമാകിയാണ്. അഹങ്കാരം കൊണ്ട് നിറയുകയാണ്. ദൈവത്തെക്കാൾ തന്നെ താൻ ഉയർത്തിയാണ്. പ്രിയപ്പെട്ടവരെ, അവർക്ക് താഴുവാൻ മനസ്സില്ല, വിനയപ്പെടുവാൻ മനസ്സില്ല. അവർ അഹങ്കരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശുദ്ധമുള്ള യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യവും 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യവും പറയുകയാണ്, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ ദൈവം കൃപ നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവ കൃപയിൽ നമുക്ക് ചാരുവാനായിട്ട് സാധിക്കണം.
നമ്മിൽ തന്നെ ആശ്രയിക്കരുത്. നമ്മുടെ സമ്പത്തിൽ ആശ്രയിക്കരുത്, നമ്മുടെ ധനത്തിൽ ആശ്രയിക്കരുത്, നമ്മുടെ സൗന്ദര്യത്തിൽ ആശ്രയിക്കരുത്, നമ്മുടെ ബാങ്ക് ബാലൻസിൽ ആശ്രയിക്കരുത്, നമുക്കുള്ളതിലൊന്നും ആശ്രയിക്കരുത്. പ്രിയപ്പെട്ടവരെ, ദൈവം തരാത്തൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ദൈവത്തിനുള്ള സ്തോത്രം. ഞാൻ വാക്കുകളുടെ അവസാനിപ്പിക്കുവാൻ ശ്രമിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ശുദ്ധമുള്ള മലാഖി പ്രവചനത്തിൽ കൂടെ ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹിക്കുന്ന ജനത്തോട് സംസാരിക്കുകയാണ്. ദൈവത്തിനൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം, അവരെ നിത്യസ്വർഗത്തിൽ എത്തിക്കണം. ദൈവം അവരെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിൽ കൊണ്ടുവരണം. ദൈവം തന്റെ മക്കളെ സ്നേഹിക്കുന്നു, അവരെ നിത്യ സന്തോഷത്തിലേക്ക് അവരെ വഴി നടത്തുന്നു. ദൈവം ഒരുക്കുന്ന നിത്യസ്വർഗം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തന്റെ മക്കൾ ദൈവം ഒരുക്കുന്ന നിത്യസ്വർഗത്തിലേക്ക് കടന്നു വരണം, നരകത്തിയിലേക്ക് പോകരുത്. ദൈവത്തിന്റെ നാമം വിളിക്കപ്പെട്ടിരുന്ന ജനം തന്നെത്താൻ താഴ്ത്തി അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കും, അവരുടെ നിലവിളി കേൾക്കും. ദൈവം അവരെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതുവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു. ദൈവം നമ്മുടെ പാപങ്ങളെ കുറിച്ച് കാണിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, ഈ അരമണിക്കൂർ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മോട് ഇടപെട്ടുവെങ്കിൽ, മാലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ കൂടെ നമ്മോട് ഇടപെട്ടുവെങ്കിൽ, നമ്മെ തന്നെ മുഴുവനായി ദൈവങ്ങളിലേക്ക് വിട്ടുകൊടുക്കണം. നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവങ്ങളെയും വിട്ടുകൊടുക്കണം. ദൈവം നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും വിട്ടുകൊടുക്കണം. നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവങ്ങളെ വിട്ടുകൊടുക്കണം. പഞ്ചേന്ദ്രിയങ്ങളെ വിട്ടുകൊടുക്കണം. നമുക്കുള്ളതെല്ലാം ദൈവങ്ങളിലേക്ക് വിട്ടുകൊടുക്കണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം. എവിടെ പോയി ഞാൻ അവനായി ജീവൻ വയ്ക്കണം, അവിടെ തന്നെ പോവാൻ എനിക്കു മനസ്സു നൽകണേ, അവിടെ തന്നെ പോവാൻ എനിക്കു മനസ്സു നൽകണേ. ദുരിത ക്ലേശമോ വിവിധ പീഡ പേടിയോ വരികില്ലെന്നരികിലേശു കരുണ സമുദ്രമേ, വരികില്ലെന്നരികിലേശു കരുണ സമുദ്രമേ. തരുന്ന ദൂതുകൾ ആർക്കും ധൈര്യമോദിടാം, വരുന്നതെന്തും വരട്ടെന്നല്ലാതെനിക്കു പാടില്ല, വരുന്നതെന്തും വരട്ടെന്നല്ലാതെനിക്കു പാടില്ല. കുരിശിൽ തൂങ്ങിയോൻ വരുന്നു രാജരാജനായി, ധരയിൽ അവനു ചിയ വിളിപ്പാനുള്ളം കൊതിക്കുന്നു, ധരയിൽ അവനു ചിയ വിളിപ്പാനുള്ളം കൊതിക്കുന്നു.